കാരണം അന്ന് കേരളത്തിൽ പ്രൈവറ്റ് കോളേജൊന്നും വന്നിട്ടില്ല. 5 ഗവൺമെൻറ് കോളേജാണ് ഉണ്ടായിരുന്നത്. അതിലെല്ലാം കൂടി ആകെ 700 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ 50% റിസർവേഷന് പോകും. ബാക്കി വെറും 350 സീറ്റിലേക്കാണ് എന്നെപ്പോലെയുള്ളവർ മത്സരിച്ചത്. അതുകൊണ്ട് മെഡിക്കൽ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു ബാലികേറാമല തന്നെ ആയിരുന്നു. ഈ മെഡിക്കൽ അഡ്മിഷൻ ഒരു ദുസ്വപ്നമായിട്ട് തുടർന്നു. പല രാത്രികളിലും ഞാൻ സ്വപ്നം കണ്ട് നിലവിളിച്ചു. അങ്ങനെ ടെൻഷനടിച്ച് ചാവാറായ ഒരു ദിവസം എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ മനോരമ പത്രത്തിലാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. തലേ രാത്രി ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. എൻ്റെ വീട്ടിൽ മനോരമ പത്രം ഉണ്ടായിരുന്നില്ല.